ഇന്നത്തെ വചനചിന്ത ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ദൈവപുത്രനായ യേശുവിനെ സ്വീകരിക്കുവാനുള്ള അസുലഭ അവസരമാണ് ആ സത്രക്കാരൻ പാഴാക്കിയത്. യോസഫിനും മറിയയ്ക്കും ആവശ്യമായിരുന്നത് പിറന്നു വീണ കുഞ്ഞിനെ കിടത്തുവാൻ ഒരു ചെറിയ ഇടമാണ്. അവർ ആ സത്രത്തിൻ്റെ വാതിക്കൽ കൊട്ടിയപ്പോൾ വളരെ തിരക്കുണ്ടായിരുന്ന ആ സത്രക്കാരനുടമ വാതിൽ അവർക്ക് നേരെ അടച്ചു. ശീലകൾ പൊതിഞ്ഞ നവജാത ശിശുവിനെയും മാതാപിതാക്കളെയും കണ്ട സത്രക്കാരന് തൻ്റെ കച്ചവടമായിരുന്നു മുഖ്യം. വളരെ ആവശ്യത്തിലിരുന്ന ആ മാതാപിതാക്കൾ ആ കൈക്കുഞ്ഞുമായി സത്രത്തിനുള്ളിൽ കയറിയാൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ആവശ്യപ്പെട്ടേക്കാം. അതവിടെ മറ്റുള്ളവർക്ക് ഒരസ്വസ്ഥതയുണ്ടാകും. തനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ആ സത്രക്കാരൻ വ്യാപൃതനായിരുന്നു. തനിക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങൾ താൻ മുഴുകിയിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഒഴുക്കിന് തടസ്സം വരാത്ത കാര്യങ്ങൾ താൻ ശ്രദ്ധ പതിപ്പിച്ചു. തൻ്റെ ആ ഒരു മാസത്തിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ താൻ പൂർണ്ണ മനസ്സോടുകൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് ശത്രുതയോ അവരുടെ പ്രത്യേക വെറുപ്പോ ഒന്നുമില്ല. ലളിതമായ ഭാഷയിൽ അദ്ദേഹം തിരക്കിലായിരുന്നു. തികച്ചും മാനുഷികമായ തിരക്ക് മാത്രമായിരുന്നു. ഇവിടെയാണ് മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമാകുന്നത്. നമ്മുടെ മനസ്സിൻ്റെ കാഠിന്യം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പലപ്പോഴും ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടമാകുന്നു. ഏറ്റവും നല്ല അംശമായ ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾ കാരണമാണ്. അനേകം പ്രലോഭന വാഗ്ദാനങ്ങളും മനമയക്കുന്ന സാമ്പത്തികങ്ങളും ഈ ലോകം ഒരു ദൈവവൈതനെ ലോകത്തിൻ്റെതാക്കി തിരക്കിലാക്കി നിർത്തുന്നു. ഈ തിരക്കിൽ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗീയ സൗഭാഗ്യമാണ്. യേശുക്രിസ്തുവുമായുള്ള വാസത്തേക്കാൾ എന്താണ് ഈ ഭൂമിയിലെ നന്മ? യേശു അല്ലയോ ഏറ്റവും വലിയ നന്മ? ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന സൗഭാഗ്യമല്ലയോ നമുക്ക് ഏറ്റവും വലുത്? നമുക്ക് ഏറ്റവും അനുഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ സമയമില്ലാതെ എല്ലാവരും ഓടുകയാണ്. ഇന്ന് നാം എത്തിപ്പിടിക്കുവാൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കൽ നമ്മിൽ നിന്നും നഷ്ടമാകും. അന്ന് നമുക്ക് അവസരമുണ്ടെങ്കിലും തന്നെ പ്രയോജനമുണ്ടാകത്തില്ല. സമ്പത്തും വീടും ധനവും മാനവും നാം ഒരു ദിവസം വെറുക്കും. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക എന്നതാണ് പ്രധാനമായ കാര്യം. യേശുവിനെ ഹൃദയത്തിൽ തുടരുവാൻ അനുവദിക്കുക. പൂർണ്ണമായ സമർപ്പണം നമുക്കുണ്ടാകണം. മറിയ ജന്മം നൽകിയ കർത്താവ് യേശുക്രിസ്തു ആരാണെന്ന് സത്രക്കാരൻ ശരിക്കും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി ആ കുഞ്ഞിനെ താൻ സ്വീകരിച്ചേനെ. യേശു തൻ്റെയും കൂടെ പാപങ്ങൾക്കാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. യേശുവിനെ നാം അറിയണം. യേശു നമുക്ക് നൽകുന്ന നിത്യജീവൻ്റെ വില നാം അറിയണം. യേശുവിൻ്റെ മഹത്വം നാം അറിയണം. യേശുവിൻ്റെ ശക്തിയും വലിപ്പവും സ്നേഹവും നാം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ യേശുവിനായി നാം തിരക്കുള്ളവരാകും. യേശുവോട് ചേർന്ന് നാം കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അറിവില്ലാതെ അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്ക് നാം തിരക്ക് കൂട്ടരുത്. നിത്യമായതിൽ നാം സമയം നിക്ഷേപിക്കണം. സത്രക്കാരന് യേശുവിനെ നഷ്ടമായത് തിരക്ക് മൂലമാണ്. പരീശന്മാർ യേശുവിനെ നഷ്ടമാക്കിയത് മതത്തിൻ്റെ ചങ്ങലകളിലായിരുന്നു. ബന്ധിതരായതിലാണ് ഹേറോദാസ് രാജാവിന് യേശുവിനെ ലഭ്യമാകാതിരുന്നത്. അസൂയ ഉണ്ടായിരുന്നതിലാണ് പുൽത്തോട്ടിൽ കിടന്ന യേശുവിൻ്റെ വരവ് ആദ്യമേ അറിഞ്ഞ് സമൂഹം ഒരു വില നൽകാതെ വെളിയിൽ നിർത്തിയിരുന്നത്. എന്നാൽ യാതൊന്നും പ്രതീക്ഷിക്കാത്ത ആട്ടിടയന്മാരുടെ അരികിലേക്ക് ദൂതൻ പ്രത്യക്ഷനായി. അവരാണ് ഭൂമിയിലെ പ്രസാദമുള്ള മനുഷ്യരായി തീർന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പ്രകാരം വിളിച്ചു പറഞ്ഞു, എന്നാൽ ഈ തലമുറ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ നിന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, നിങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവനായി വന്നു.
അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നുകയും കുടിക്കുന്നതുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വചനചിന്ത സമർപ്പിക്കുന്ന താങ്കൾ കർത്താവിന് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ അവസരം പാഴാക്കരുത്. കർത്താവ് യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ അത് കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കൂടെ നടന്ന ശിഷ്യനായ യൂദാസ് അത് തിരിച്ചറിഞ്ഞില്ല. താങ്കൾ തിരിച്ചറിയുക, താങ്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. എന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ജീവിപ്പാൻ, യേശുക്രിസ്തുവിനെ പ്രവർത്തിപ്പാൻ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് കൃപയും അധികാരവും ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.